കേരള പൗൾട്രി ഫാർമേഴ്സ് അസോസിയേഷൻ വടക്കഞ്ചേരി ഏരിയ കൺവെൻഷൻ നടത്തി. കൺവെൻഷൻ കെ.ഡി. പ്രസേനൻ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. ഇതൊരു കാർഷിക സംസ്കാരത്തിന്റെ കൂടി ഭാഗമായി ആരംഭിച്ച ഒരു തൊഴിൽ സംരംഭമാണ്. അതിൽ കുറച്ചുകൂടി അച്ചടക്കമുണ്ടായി, ശാസ്ത്രീയമായ ചില രീതികളുണ്ടായി. പുതിയ കാലത്തിനനുസരിച്ച് ഈ കോഴി വളർത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനിവാര്യമായി സ്വീകരിക്കേണ്ട ചില ഘടകങ്ങൾ നമ്മൾ സ്വീകരിച്ചു. അത്രയും മാറ്റമുണ്ടായി. അപ്പോൾ നമ്മുടെ നാട്ടിലെ പരമ്പരാഗതമായ കാർഷിക മേഖലയിൽ അനുബന്ധമായി ജീവിച്ചിരുന്നവർ, അവർ അതിനനുബന്ധമായി നടത്തിയിരുന്ന ഒരു തൊഴിൽ പുതിയ കാലത്തിന്റെ പ്രത്യേകതയ്ക്കനുസരിച്ച് ഏറ്റെടുത്തവരാണ് നിങ്ങളോട്. അപ്പോൾ അത് ആ മേഖലയിൽ കുറച്ചു നിൽക്കാൻ വേണ്ടി കഴിയണമെങ്കിൽ എന്തെല്ലാം വേണം എന്നതിനെ സംബന്ധിച്ചിട്ടാണ് ഇവിടെ ചൂണ്ടിക്കാണുന്നത്. അപ്പോൾ ഇന്നൊരു സൗകര്യമുള്ളത് പഴയ കാലത്ത് നിന്ന് വ്യത്യസ്തമായി ആളുകളുടെ ഭക്ഷണത്തിൽ വലിയ അളവ് നമ്മുടെ കോഴി മാംസം ഉപയോഗിക്കുന്നുണ്ട് എന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര വ്യാപകമായി ഈ കൃഷിയിലേക്ക് ഇറങ്ങുന്നത്. പക്ഷേ ഇത് കൃഷിയായിട്ട് ഇപ്പം അംഗീകരിച്ചു. അത് അംഗീകരിക്കണമെന്നത് അടിസ്ഥാനപരമായ ഒരു പ്രശ്നം. കാർഷികാനുബന്ധ മേഖലയായി അംഗീകരിക്കും. കൃഷിക്ക് നൽകാൻ വരുന്ന സംവിധാനങ്ങളെല്ലാം നൽകാനും തയ്യാറാണ്. കൺവെൻഷനിൽ പി.സി. മുഹമ്മദ് അലി അധ്യക്ഷനായി. അസോസിയേഷൻ സ്റ്റേറ്റ് പ്രസിഡന്റ് മുഹമ്മദ് അലി, ദിലീപ് എന്നിവർ പ്രസംഗിച്ചു. പോൾട്രി ഫാം മേഖല നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കൺവെൻഷനിൽ ചർച്ച ചെയ്തു. സർക്കാർ തലത്തിൽ പോൾട്രി ഫാമുകളെ സംരക്ഷിക്കാത്ത പക്ഷം മേഖല പ്രതിസന്ധി നേരിടുമെന്ന് കൺവെൻഷൻ അഭിപ്രായപ്പെട്ടു. UTV ന്യൂസ്, പാലക്കാട്.